നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 197 197. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമാം. ഇന്ന് തൃതീയ സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, കശ്ചിൽ യശോധാരഥയൂതപാനം ഗാണ്ഡീവതന്യോ പരതാരിരാസ്തേ അലക്ഷിതോ യശ്ചരകൂടഗൂഢോ മായാകിരാതോ ഗിരിസസ്തുദോഷ. മായാകിരാതോ, മായ കൊണ്ട് കിരാതനായിട്ടുള്ളവൻ. കശ്ചിൽ യശോധാരഥയൂതപാനം ഗാണ്ഡീവതന്യോ പരതാരിരാസ്തേ അലക്ഷിതോ യശ്ചര കൂടഗൂഢോ മായാകിരാതോ ഗിരിസസ്തുദോഷ. അപ്പോൾ തേർപ്പടയാളികളുടെ മധ്യത്തിൽ അവിടെ യശോധ എന്ന് പറഞ്ഞാൽ യശോധമ്മ എന്നല്ല കേട്ടോ, അവിടെ നാമധേയല്ല അത് കീർത്തിപ്പെട്ടവനായ ഒരു അജക്റ്റീവാണ്. കീർത്തിപ്പെട്ടവനായ ഗാണ്ഡീവം എന്നു പേരായ വില്ല് ധരിച്ചവൻ അർജുനൻ ശത്രുക്കളെ സംഹരിച്ചവനായിട്ട് വസിക്കുന്നുവോ. അറിയപ്പെടാത്തവനും യാതൊരുവൻ്റെ ശരസമൂഹങ്ങളാൽ മൂടപ്പെട്ടവനുമായ മായ കൊണ്ട് കിരാതവേഷം ധരിച്ച ശിവൻ സന്തോഷിച്ചുവോ. അതായത് അർജുനനെ ഒന്ന് പൊക്കി പറയാണ്, അതാണ് ശരി. അർജുനൻ്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ കവി പറഞ്ഞത്. ആരാലും അറിയപ്പെടുവാൻ കഴിയാത്ത വിധം മായാകിരാത സ്വരൂപത്തെ ധരിച്ച പരമശിവൻ ആരുടെ ബാണങ്ങൾ കൊണ്ട് അപ്പോൾ ഇവിടെ ഓം ശ്രീ കിരാത വപുഷേ നമ. അപ്പോഴാണ് കിരാത രൂപത്തിൽ അർജുനനെ എന്താ പറയുക, ട്രയൽ ആൻഡ് എറർ ബേസിസിൽ പരീക്ഷിച്ചിട്ടാണ് പാശുപതാസ്ത്രം കൊടുത്തത്. അപ്പോൾ ബാണങ്ങൾ കൊണ്ടുള്ള പ്രഹരത്താൽ സന്തോഷിച്ചുവോ പരമശിവൻ. രതികന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും ഗാണ്ഡീവം എന്ന വില്ലിനെ അഗ്നിയിൽ നിന്ന് ലഭിച്ചവനുമായ ആ അർജുനൻ ശത്രുക്കളെ നശിപ്പിച്ച് സുഖമായിരിക്കുന്നു. ഇത് ആരാ ചോദിക്കണത്? തീർത്ഥയാത്ര കഴിഞ്ഞ് വരുന്ന വിതുരര് ഉദ്ധവരെ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ. ഇനി 39-ാമത്തെ ചോദ്യം. യം ആബുദസിത്തനയോ പൃഥായാം. ഒരു മിനിറ്റ് ഇട്ടോ, ഞാൻ യമാബുധ ആ വാക്ക് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. സ്വരിതം എന്നല്ല ഇവിടെ. രേമാതയുള്ള പദ്ബി അക്ഷിണി ഇവ രണ്ട് നേത്രങ്ങളെ പോലെ കുന്തി വൃതോ യമൗ അപ്പോഴും ശരിയായില്ല. യമൗ യമൗ
തനയോ 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 ഓ യമോ യമോന്ന് കിട്ടി. പാർത്ഥേ വൃതോ അതതിലല്ല. സംരക്ഷിക്കപ്പെടുന്ന യമന്മാർ ഒരേ സമയത്തിൽ ജനിച്ച 2 പേർ നകുല സഹദേവന്മാർ. പൃഥായ തനയോ കുന്തിയുടെ 2 പുത്രന്മാർ. വജ്രിവക്ത്രാത് ഇന്ദ്രൻ്റെ മുഖത്തിൽ നിന്ന് 2 ഗരുഡന്മാരെന്ന പോലെ യുദ്ധത്തിൽ ശത്രുവിൽ നിന്ന് അവരുടെ ധനത്തെ ഉദ്ദായ ഉദസിത് ഉദസിത് ആദ്യത്തെ വാക്ക് ഇവിടെ അവസാനമാണ് വന്നത്. ഉദസിത് ഉദസിത് യമൗ ഇപ്പം കിട്ടി. യമൗ ഉദസിത് തനയോ പൃഥായ അങ്ങനെ വായിക്കണത് കേട്ടോ. യമൗ ഉദസിത് തനയോ പൃഥായ പാർത്ഥൈ വൃതോ പശ്മഭിരക്ഷിണീവ രേമാദ ഉദ്ദായ മൃധേ സുരിക്തം പരാൽ സുവർണ 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 ഇവ വജ്രിവക്ത്രാത്. അവിടെയും ഒന്ന് തരയാണ്ട്. വജ്രി പരാതൽ വജ്രിവക്ത്രാത് സ്വരിക്തം സുവർണാണിവ നാരായണ നാരായണ പശ്മഭി നേത്രങ്ങളെ പോലെ പാർത്ഥ കുന്തിപുത്രനെ സംരക്ഷിക്കുന്ന യമന്മാർ പ്രദായ തനയോ വജ്രിവക്ത്രാത് അതൊറ്റ വാക്കാ. സുവർണാണിവ വജ്രിവക്ത്രാത്. ഇപ്പം ശരിക്ക് കിട്ടി. എന്തായാലും കുറച്ച് മെനക്കെട്ടാലും അനുഭൂതി ഉണ്ടാവണം വായിക്കുമ്പോൾ, ഇല്ലെങ്കിൽ കാര്യമില്ല. യമൗ ഇതസിത് ഉദസിത് തനയോ പൃഥായ പാർത്ഥൈ വൃതോ പശ്മഭിരക്ഷിണീവ രേമാദ ഉദ്ദായ മൃധേ സുരിക്തം പരാൽ സുവർണ ഇവ വജ്രീവക്ത്രാത്. അപ്പോഴും സുവർണ വിവ എന്നുള്ളത് എങ്ങനെയാണ് എന്നൊന്നുകൂടി പറയണം. അക്ഷിണി ഇവ സുവർണാത് ഇവ സുവർണാത് ഇവ ഇവ വജ്രവക്ത്രാത്. മൈ ഗോഡ്, ഇതിൻ്റെ കൂടുതൽ ഉപയോഗം പാരശുണ്ട് അനുഭവിക്കുക. ഇപ്പോൾ വീട്ടിൽ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ കാരണം തുളസി ദളമാണ്. ഇനി അത് വേണമല്ലോ പറയാം. എന്നാലും ശരി, ഞാനിത് വിട്ടുകൊടുക്കില്ല വിചാരിച്ചിട്ടാണ്. സാധിക്കില്ല എന്ന് ഞാൻ പറയില്ല. എങ്ങനെയെങ്കിലും ഉരുണ്ട് പരണ്ടിട്ടെങ്കിലും ആവശ്യക്കാർക്ക് ഇത് എത്തിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു, കൺപോളകളാൽ രണ്ടു നേത്രങ്ങളെന്ന പോലെ കുന്തിപുത്രന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന യമന്മാർ ഒരേ സമയത്തിൽ ജനിച്ച 2 പേർ നകുല സഹദേവന്മാർ. കുന്തിയുടെ 2 പുത്രന്മാർ. ശരിക്ക് പാണ്ഡുവിൻ്റെ 2ാമത്തെ ഭാര്യ ആണ്. ഇവർ കുന്തിദേവി മന്ത്രം കൊടുക്കുകയാണ്. പക്ഷെ അവർ ഉടന്തടി ചാടി മരിച്ചു മനസ്സിലായില്ലേ. അപ്പോൾ ഇവരെന്നല്ലേ നോക്കണത്. അപ്പോൾ 2 പുത്രന്മാർ ഇന്ദ്രൻ്റെ മുഖത്തിൽ നിന്ന് 2 ഗരുഡന്മാരെന്ന പോലെ യുദ്ധത്തിൽ ശത്രുവിൽ നിന്ന് അവരുടെ ധനത്തെ എടുത്തിട്ട് രമിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ ജീവിതം നല്ല നിലയിൽ കൊണ്ടാടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ എന്താ പറയുക, വാക്കാർത്ഥമാണല്ലോ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. കുന്തിയുടെ വളർത്തുപുത്രന്മാരും കൺപോളകൾ കൺമിഴികളെ കാത്തു രക്ഷിക്കുന്ന പോലെ കുന്തിപുത്രന്മാരായ ധർമ്മപുത്രാദികളാൽ സംരക്ഷിക്കപ്പെടുന്നവരുമായ നകുല സഹദേവന്മാർ ഇന്ദ്രനിൽ നിന്ന് 2 ഗരുഡന്മാർ അമൃതത്തെ അപഹരിച്ചു കൊണ്ടുവരുന്നത് പോലെ ആ 2 പേർ തങ്ങളുടെ അവകാശമായ രാജ്യത്തെ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് ബലമായി വീണ്ടെടുത്ത് സുഖമായിരിക്കുന്നില്ലയോ. ഒരു ഗരുഡനേ ഉള്ളൂ, പക്ഷേ ഇവർ 2 ഈക്വൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതാണ് 2 ഗരുഡന്മാരെ പോലെ. അപ്പോൾ മാദ്രീസുതന്മാരാണ്.
അതായത് കുന്തിന്നും മാദ്രിന്നും പറഞ്ഞിട്ട് 2 ഭാര്യമാരാണ് ആർക്കുണ്ടായിരുന്നത്, പാണ്ഡു മഹാരാജാവിന്. അപ്പോൾ അത് ഞാനിവിടെ എഴുതി വയ്ക്കാം. മാദ്രി അല്ലെങ്കിൽ അറിയില്ല, മാദ്രിയുടെ മക്കളാണ് അവർ. ഇനി 40ാമത്തെ ശ്ലോകം. ഇന്നിപ്പോൾ നമുക്കിത് മുഴുവൻ തീർക്കണം, 45 തീർക്കണം. അതിപ്പോൾ എത്ര മിനിറ്റ് ആണെങ്കിലും ശരി, അത് കുറഞ്ഞാലും ശരി. 3ാം അധ്യായം കഴിക്കണം നമുക്ക്. അഹോ പൃഥാഭിദ്രിയതേ അർഭകാർത്ഥേ രാജർഷിവര്യേണ വിനാപിതേന യസ്തേകവീരോ അതിരഥോ വിജിഗ്യേ ധനുർദിദീയ കകുപശ്ചതസ്രാ ധനുർദിദീയ കകുപശ്ചതസ്രാ അഹോ പൃഥാഭി ധ്രിയതേ അർഭകാർത്ഥേ രാജർഷിവര്യേണ വിനാപിതേന യസ്തേകവീരോ അതിരഥോ വിജിഗ്യേ ധനുർദിദീയ കകുപശ്ചതസ്രാം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ, തേർയുദ്ധത്തിൽ ശ്രേഷ്ഠനും സാദൃശ്യമില്ലാത്ത പരാക്രമിയും വില്ലുമാത്രമാകുന്ന സഹായത്തോടുകൂടിയവനുമായ യാതൊരുവൻ 4 ദിക്കുകളെ ജയിച്ചുവോ, അതായത് ആ രാജർഷി ശ്രേഷ്ഠനോട് വേറിട്ടും, ധർമ്മപുത്ര അല്ലാണ്ട് മറ്റുള്ളവരും, കുന്തിയും ബാലസംരക്ഷയ്ക്ക് വേണ്ടിയിട്ടും പ്രാണൻ ധരിച്ചിരിക്കുന്നു. അതികഷ്ടം. കുന്തി ദേവി പ്രാണനെ ധരിച്ചിരുന്നത് ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ്, ചുരുക്കി പറഞ്ഞാൽ. ഇനി അതിന് ഭാവാർത്ഥം നോക്കുക. ലോകത്തിൽ ഏകവീരനും രഥത്തിൽ കരേറിയിരുന്ന യുദ്ധം ചെയ്യുന്നവരിൽ അദ്വിതീയനും എന്ന് പറഞ്ഞാൽ കേമൻ ബഹുകേമൻ, അദ്വിതീയൻ, അതെ, ചെയ്യുന്നവരിൽ അദ്വിതീയനും വില്ല് മാത്രമാകുന്ന സഹായത്തോടു കൂടിയവനുമായ ഏതൊരുവൻ 4 ദിക്കുകളെയും ജയിച്ചുവോ, ആ രാജർഷി ശ്രേഷ്ഠനായ പാണ്ഡുമഹാരാജനോട് വേർപിരിഞ്ഞിട്ടും മക്കൾക്ക് വേണ്ടി കുന്തിദേവി ജീവധാരണം ചെയ്തിരിക്കുന്നുവല്ലോ. മഹാകഷ്ടം, മഹാ ആശ്ചര്യം. കുന്തിദേവിയുടെ കുശലം ചോദിക്കുന്നത് തന്നെ അതികഷ്ടമാണെന്ന അഭിപ്രായം. വിതുരർ അറിയുന്ന പോലെ കുന്തിദേവിനെ വേറൊരാളറിയില്ല. ഇതെനിക്ക് ഇന്ന് കാലത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് 8 പോസ്റ്റ് ഇട്ടിട്ടുണ്ട് FB ടൈം ലൈനിൽ, വായിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ജീവൻ ആസുരബുദ്ധിയെ സ്വീകരിച്ചാൽ കശ്മലത്വം, എപ്പോൾ നോക്കിയാലും സംഘട്ടനങ്ങളാവും, സംഘർഷഭരിതമായുള്ള ജീവിതമാവും. അപ്പോൾ ഒരാൾ എഴുതിയാണ്, ജീവനല്ല സ്വഭാവം, അത് അണ്ടർസ്റ്റുഡാണ്. ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഇല്ലാതെ കൊണ്ട് പെട്ടെന്നൊരു പോസ്റ്റ് കണ്ടിട്ട് അഭിപ്രായം പറയരുത്. അപ്പോൾ പലതിലും അണ്ടർസ്റ്റുഡാണ് കാര്യങ്ങൾ. റെഗുലറായിട്ട് വരുന്നവർക്ക് അത് അറിയുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ തിരുത്താൻ പോയില്ല. കാരണം ഞാൻ എന്ത് എഴുതുകയാണെങ്കിലും എനിക്ക് കൺവിൻസ് ആയിട്ടുള്ളതും ഈ ഭാഗവത ഗ്രന്ഥത്തിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ എഴുതില്ല. കാരണം ഞാൻ മറ്റുള്ളവരെ പോലെ സ്വാർത്ഥബുദ്ധിയല്ല, എനിക്ക് ക്രെഡിറ്റ് ഇല്ല. എൻ്റെ ക്രെഡിറ്റ് ഞാൻ ഭാഗവതം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വിശ്വാസം കൂടും, ഭാഗവതത്തിൽ വിശ്വാസം കൂടും. അപ്പോൾ ഭാഗവതത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ബാലിശബുദ്ധി ഉള്ളവർക്ക് മനസ്സിലാവില്ല. അവരുടെ ബുദ്ധി ബാലിശാണ്. ഞാൻ ക്രെഡിറ്റ് മുഴുവൻ ഭാഗവതത്തിന് കൊടുക്കണം, എനിക്കല്ല, കർത്തൃത്വമില്ല എനിക്ക്. അപ്പോൾ എനിക്ക് എന്തും അസിമുലേറ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾക്ക് പിന്നെ അടുത്ത ശ്ലോകം 41. സൗമ്യാനുശോചേ തം അധപദന്തം തം, അത് ശരിക്കും മനസ്സിലാണ്. തം അധപദന്തം ഭ്രാത്രേ പരേതായ വിദുദ്രുഹേയാ നിർയാപിതോ യേന സുഹൃൽ സ്വപുര്യ അഹം സ്വപുത്രാൻ സമനൂരതേന. സൗമ്യാനുശോചേ തം അധപദന്തം ഭ്രാന്തേ പരേതായ വിദുദ്രുഹേയാ നിർയാപിതോ യേന സുഹൃൽ സുപുര്യ അഹം സ്വപുത്രാൻ സമനൂരതേന. എന്താ വാക്കർത്ഥം പറയാം? ഹേ പ്രിയദർശന. പ്രിയദർശൻ എന്ന് പറഞ്ഞാൽ പേരുമുണ്ട് പ്രിയദർശൻ, അല്ലേ? ഇവിടെ അങ്ങനെയല്ല. സൗമ്യ, ഹേ
പ്രിയദർശന, സൗമ്യ, രണ്ടക്ഷര. അപ്പോൾ തൻ്റെ മക്കളെ അനുസരിച്ച് നടക്കുന്ന യാതൊരുവനാൽ ഹിതം ഉപദേശിച്ച ഞാൻ തൻ്റെ രാജധാനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഹിതം ഉപദേശിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ജോലി നഷ്ടം വന്നിട്ട് പുറത്തു പോകേണ്ടി വന്നത്. മരിച്ചുപോയ സഹോദരൻ്റെ നേരെ യാതൊരുവൻ വിദ്രോഹം ചെയ്തുവോ, അതായത് എൻ്റെ സഹോദരനാണ് പാണ്ഡു മഹാരാജാവ്. അപ്പോൾ അവരുടെ കുടുംബത്തിന് ദ്രോഹം ചെയ്താൽ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ യാതൊരുവൻ വിദ്രോഹം ചെയ്തുവോ, അധപ്പതിക്കുന്ന അവനെ ഞാൻ അനുശോചിക്കുന്നു. കാരണം എന്താ, അവന് സ്ഥായിയായിട്ടുള്ള ഉണ്മയില്ല. എൻ്റെ കുട്ടികൾ ആരെൻ്റെ കുട്ടികൾ, പാണ്ഡുവിൻ്റെ കുട്ടികൾ പകരം ചോദിക്കും. എന്താ അതിൻ്റെ ഒരു ദീർഘദൃഷ്ടി ഉണ്ടോ? ഇനി അതിൻ്റെ ഒരു എന്താ പറയുക ഭാവാർത്ഥം, ഹേ പ്രസന്നനായ ഉദ്ധവ. അത് അതിലേറെ, ഹേ പ്രസന്നനായ ഉദ്ധവ. ആദ്യം പ്രിയദർശന എന്നാട്ടോ, അതന്നെ ഇവിടെ പ്രസന്നനായ ഉദ്ധവ. ആ പ്രസന്നനായ അത് ഒരു ക്വാളിറ്റിയാണ്, എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. മരണത്തെ പ്രാപിച്ചുവെങ്കിലും അനുജനായ പാണ്ഡുമഹാരാജാവിൻ്റെ പുത്രന്മാരെ ദ്രോഹിക്കുന്നത് മൂലം ആ അനുജനെ തന്നെ ദ്രോഹിക്കുന്നവനും, ആരാ ദ്രോഹിക്കണത്? ഏട്ടൻ ധൃതരാഷ്ട്രവും മക്കളും. ദ്രോഹിക്കുന്നവനും സ്വപുത്രന്മാരുടെ ന്യായരഹിതമായ അഭിപ്രായത്തെ അനുസരിച്ച്, ന്യായമായതല്ല, ന്യായരഹിതമായ അഭിപ്രായത്തെ, ഹിതം പറഞ്ഞ സുഹൃത്തായ എന്നെ ആ പട്ടണത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയവനും നരകത്തിൽ ചെന്നിരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനുമായ ആ ധൃതരാഷ്ട്രയെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. സ്വന്തം ജ്യേഷ്ഠനെ പറ്റി പരിതപിക്കുന്നു. മനസ്സിലായില്ലേ? 42-ാമത്തെ ശ്ലോകം, 42, 41, 44, 45 കഴിയും. സ അഹം ഹരേ മർത്യവിഡംബനേന ദൃശോ നൃണാം ചാലയതോ വിധാതു ന അന്യോപലക്ഷ്യാ പദവീം പ്രസാദാത് ചരാമി എന്നല്ല, ചരാമി എന്ന് പറയാറുള്ളൂ. മറ്റോടത്തോ പ്രസാദാത് എന്ന് തന്നെ പറയണം, എന്നാൽ ശരിയായി. അപ്പോൾ പശ്യൻ ഗത വിസ്മയോ അത്ര സ അഹം ഹരേ മർത്യവിഡംബനേന ദൃശോ നൃണാം ചാലയതോ വിധാതു ന അന്യോപലക്ഷ്യ പദവീം പ്രസാദാത് ചരാമി പശ്യൻ ഗത വിസ്മയോ അത്ര. സാഹം ആ ഞാൻ മനുഷ്യനാട്യത്താൽ മനുഷ്യരുടെ കണ്ണുകളെ ചാലയത, ഭ്രമിക്കുന്നവനും, ചാലയത എന്നാണ്, ചാലയത വിധാതു സൃഷ്ടികർത്താവുമായ ഹരിയുടെ അനുഗ്രഹം നിമിത്തം പ്രസാദത് ഞാൻ പറഞ്ഞില്ലേ, ചരാമി പ്രസാദത് ചരാമി പശ്യൻ ഗത വിസ്മിതോത്ര അല്ലേ. അപ്പോൾ പറഞ്ഞു, അനുഗ്രഹം നിമിത്തം ആശ്ചര്യപ്പെടാത്തവനും അന്യന്മാരാൽ അറിയപ്പെടുവാൻ കഴിയാത്തവനും ഈശ്വര മാഹാത്മ്യത്തെ കാണുന്നവനുമായിട്ട് ഈ ഭൂലോകത്തിൽ സഞ്ചരിക്കുന്നു. ഭഗവാൻ സർവത്ര ഉണ്ട്, സർവജ്ഞനാണ് അദ്ദേഹം. അപ്പോൾ ആ ഭാവാർത്ഥം അറിയുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മുഴുവനായിട്ട് കിട്ടും. മനുഷ്യനാട്യത്തെ അംഗീകരിച്ചതിനാൽ അതിശയ കർമ്മങ്ങളെ കൊണ്ട് മനുഷ്യരുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നവനും എല്ലാറ്റിനെയും ഉണ്ടാക്കി കാത്ത് രക്ഷിക്കുന്നവനുമായ ശ്രീകൃഷ്ണമൂർത്തിയുടെ അനുഗ്രഹത്താൽ ആ ഭഗവാന്റെ മഹിമയെ നോക്കിക്കണ്ടുകൊണ്ട് എന്തു സംഭവിച്ചാലും അതിൽ ആശ്ചര്യപ്പെടാത്തയും മറ്റാരും എന്നെ അറിയാത്ത വിധത്തിൽ വേഷം മറച്ചുകൊണ്ടും ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു. എന്താ കാരണം?
ഞാൻ വിതുരരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വീണ് നമസ്കരിക്കും. എനിക്ക് അത് ആവശ്യമില്ല, അതന്നെ, അല്ലാണൊന്നുമല്ല. അപ്പോൾ രാജധാനിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടത് ഭഗവാന്റെ അനുഗ്രഹ ലക്ഷണമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ശ്ലോകം എന്നെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ? ഞാൻ പറയാം. എൻ്റെ അച്ഛൻ പട്ടാമ്പി പടിഞ്ഞാറേ മഠം 42 വർഷം കാര്യസ്ഥനായിരുന്നു. അത് കഴിഞ്ഞൊരു 3 കൊല്ലം ടെക്നിക്കലി ഞാൻ 18 വയസ്സ് കഴിഞ്ഞ ആളെന്നുള്ള നിലയ്ക്ക് അച്ഛന് പാടുമില്ല. അതന്നെ. ആ ട്രസ്റ്റ് 73 ജൂൺ 13 ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന് ഞങ്ങൾ സറണ്ടർ ചെയ്തു. അപ്പോൾ വളരെ ദുഃഖമുണ്ടായിരുന്നു. ഒരാഴ്ച ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. കാരണം വലിയൊരു ട്രസ്റ്റ് നമ്മളല്ലാണ്ട് ആവല്ലേ. പക്ഷേ എൻ്റെ അച്ഛൻ സ്വകാര്യമായിട്ട് എന്നെ വിളിച്ചു. കുണ്ഠിതം വേണ്ട രാജഗോപാല, അങ്ങനെ തന്നെ വിളിക്കച്ഛൻ. കുണ്ഠിതം വേണ്ട. ഈ പോയതിലുള്ള അതൃപ്തി അല്ലെങ്കിൽ പോരായ്മ ഭഗവാൻ നണക്ക് തട്ടിക്കൂട്ടി തരുന്ന ഒരു ഭാവി, അല്ലെങ്കിൽ നീയെ ഇപ്പം തന്നെ ഈ ചെറിയ വയസ്സിൽ ഇത്രയും വലിയൊരു ട്രസ്റ്റി എന്നുള്ള നിനക്ക് അഹങ്കാരം വരും. ഇതൊക്കെ നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു ധാരണ വരും. അത് വേണ്ടാന്നാണ് ഭഗവാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് ആനന്ദ കണ്ണീരോട് കൂടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്മരിക്കുന്നത്. അന്ന് ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ബെൻസ് കാറും കണവണൊക്കെ ഉണ്ടാവും. പക്ഷെ ഭാഗവതം ഉണ്ടാവില്ല. ഭാഗവതം ഉണ്ടാവാൻ കാരണം ഭഗവാൻ തന്നെ. ഞാൻ പറയാറില്ലേ, മലബാർ ഭാഗത്ത് തലമ്മപ്പന്ത് കളിക്കുമ്പോൾ ഓടി കളിക്കുക, കാലിൻ്റെ ഇടയിൽ കൂടെ വാളിട്ടിട്ട് അടിക്കണം. അത് കഴിഞ്ഞാൽ ഓടി വന്നിട്ട് അടിക്കുക, പുറത്താക്കുക നമ്മളെ ഭഗവാൻ. അതാണ് ഞാൻ പറഞ്ഞത്. രാജധാനിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടത് ഭഗവാന്റെ അനുഗ്രഹ ലക്ഷണമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്ന് വിതുരർ പറയണു. വിതുരരാരാ? ദാസിയുടെ പുത്രൻ കൂടിയാണ്. ഞാനും ശൂദ്രൻ അല്ലേ? അങ്ങനെയാണല്ലോ. എൻ്റെ അച്ഛൻ അയ്യർ അവരുടെ സ്വജാതിയിലുള്ള ഭാര്യ മരിച്ചപ്പോൾ എൻ്റെ അമ്മയെ സംബന്ധം ചെയ്തു. അപ്പോൾ ദാസിയാണ്. പക്ഷെ ഞങ്ങൾ അച്ഛനെ രംഗേര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശരിക്ക് തിരുവിതാംകൂറുകാർക്ക് പത്മനാഭസ്വാമി എങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടേ ഗുരുവായൂരപ്പുള്ളൂ. അല്ലെങ്കിൽ ഗുരുവായൂരപ്പനും അദ്ദേഹം ഒരേപോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഞാൻ ഒരു കുട്ടിക്കാലത്ത് ട്രിച്ചിയിൽ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് ശ്രീരംഗനാഥനെ കാണാൻ പോയില്ലേ. ഈ ഒരു രംഗനാഥൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ സ്റ്റെപ്പ് മദറിലുള്ള മൂത്ത ജ്യേഷ്ഠൻ്റെ ആദ്യത്തെ മകളുടെ മാമനാർ എന്നെ വളരെയധികം പ്രൗഡ് ഫീൽ ചെയ്യിപ്പിച്ചു. എടാ, കുട്ടികളായാൽ ഇങ്ങനെ വേണം. പിന്നെയാണ് ഞാൻ മഹാഭാരതം, ഒരു കാലത്ത് കാശുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. കാശ് വന്നപ്പോൾ ഞാൻ മഹാഭാരതമൊക്കെ വായിച്ചുള്ള സംതൃപ്തി ഉണ്ട് എനിക്ക്. ഞാൻ വേറെ ഒരു നീണ്ട കഥയോ ചെറുകഥയോ നോവലൊന്നും ഞാൻ വായിച്ചിട്ടില്ല. രാമായണം വായിച്ചിട്ടുണ്ട്, ഭാഗവതം വായിച്ചിട്ടുണ്ട്, പല ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് മറ്റ് ലൗകിക റൈറ്റിങ്സിൽ ഞാൻ പോയിട്ടില്ല. കാരണം അന്ന് ഞാൻ അത്ര പ്രാപ്തിയില്ല എനിക്ക്. ഇനി അങ്ങനെയുണ്ടല്ലോ, എൻ്റെ പ്രാപ്തി മുഴുവൻ സോളിഡായിട്ട് കോൺക്രീറ്റൈസ് ചെയ്തിട്ടുള്ളത് അനശ്വര കൃതികളിലാണ്. അതാണ് സത്യം. അപ്പോൾ എങ്ങനെയായാലും ഭഗവാന്റെ അനുഗ്രഹ ലക്ഷണമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെക്കുറിച്ച് അങ്ങ് വ്യസനിക്കേണ്ട. ഒരിടത്തു തന്നെ ഇരിക്കാതെ സഞ്ചരിച്ച് ജീവിതം കഴിയുന്നതാണ് ഭഗവാന്റെ മഹിമ അറിയുവാൻ അധികം സഹായിക്കുന്നതെന്ന് സാരം. പ്രദോഷായോ 43. നൂനം നൃപാണാം ത്രിമദോത്പധാനാം മഹീം മുഹുശ്ചാലയതാം ചമൂഭി
വധാൽ പ്രപന്നാർത്തി ജിഹീർഷയേഷോ ഉപേക്ഷതാഘം ഭഗവാൻ കുരുണാം. അവിടെ ചിലത് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ത്രിമതോത്പധാനം എന്നുള്ളതിന് വ്യത്യാസമില്ല, ത്രിമതോത്പധാനം. പിന്നെ ചമുഭി അതിനും പ്രശ്നമില്ല. മഹീം അതിന് പ്രശ്നമില്ല. മുഹുചാലയതാം ഇവിടെ ചാലയതാം മുഹു ചാലയതാം. അവിടെ മുഹൂന്ന് ഒന്ന് നിർത്തി പറയണം. മുഹു ചാലയതാം. ഒരു മിനിറ്റ്. മുഹു ചാലയതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നൃപാണാം കുഴപ്പമില്ല. നൃപാണാം. പിന്നെ വധാത്. അവിടെ വധാത് കുഴപ്പമില്ല. വധാത്. പ്രപന്നാർത്തി ജിഹീർഷയ ഒറ്റ വാക്കാണ്. പ്രപന്നാർത്തി ജിഹീർഷയ. അവിടെയാണ് ജിഹീർഷയ. പിന്നെയോ ജിഹീർഷയ. ഈശ. ഈശ അഭി. ഈശ അഭി. ഉപേക്ഷതാകം ഉപേക്ഷതാം സമർത്ഥനായ. ഉപേക്ഷത അകം. ഉപേക്ഷതാം അകം. അകം എന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥം. അകം ഭഗവാൻ കുരുവണം. ആനന്ദം പരമാനന്ദമായിട്ടുമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? നൂനം നൃപാണാം ത്രിമതോൽപധാനാം മഹിം മുഹു ചാലയതാം ചമുഭി വധാൽ പ്രപന്നാർത്തി ജിഹീർഷയാ ഈശ അഭി ഉപേക്ഷതാഘം ഭഗവാൻ കുരുണാം. ഒന്നുകൂടി വായിക്കാം. നൂനം നൃപാണാം ത്രിമതോത്പധാനാം മഹിം മുഹുച്ചാലയതാം ചമുഭി വധാൽ പ്രപന്നാർത്തി ജിഹീർഷയാം ഈശ അഭി ഉപേക്ഷതാ അഘം ഭഗവാൻ കുരുണാം എന്ന് വായിക്കണം. എന്നാൽ ശരിക്ക് ഉള്ള ഭാവം വരും എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയുക വേഗം. പിന്നെ 3 വിധത്തിലുള്ള മതത്താൽ മര്യാദ തെറ്റി നടക്കുന്നവരും. എന്താ 3 വിധം? അഹങ്കാരം അല്ലേ? 3 വിധത്തിലുള്ള മതത്താൽ. എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ മതി, ധാരാളമായി, പാവായി. സൈന്യങ്ങളാൽ ഭൂമിയെ അടിക്കടി ചലിപ്പിക്കുന്നവരുമായ രാജാക്കന്മാരുടെ സംഹാരത്താൽ ശരണാഗതന്മാരുടെ ദുഃഖം തീർപ്പാനുള്ള ആഗ്രഹത്താൽ എല്ലാറ്റിനും സമർത്ഥനായ ശ്രീകൃഷ്ണനും കുരുക്കളുടെ പാപവൃത്തിയെ ഉപേക്ഷിച്ചു. പോട്ടെ, ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. തന്നെ ശരണം പ്രാപിച്ചവരുടെ ദുഃഖത്തെ പരിഹരിക്കുവാൻ വേണ്ടി വിദ്യ, ധനം, വംശം എന്നീ വീതമുള്ള മഹിമ. ഇതാണ് 3 അപകടം. വിദ്യ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നാൽ പോയി, ധനവാനാണെന്ന് ഒരു ധാരണ വന്നാൽ പോയി, ഞാൻ ഉന്നത കുലജാതനാണ് എന്ന് തോന്നിയാലും പോയി, ഞാൻ മേനവനാണ് അല്ലേ, അങ്ങനെയൊക്കെ തോന്നിയാൽ ബുദ്ധിമുട്ടായി. മനുഷ്യനാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ 3 വിധത്തിലുള്ള മഹിമ നിമിത്തമുണ്ടാകുന്ന മതത്താൽ മര്യാദ തെറ്റി നടക്കുന്നവരും സൈന്യങ്ങളെ കൊണ്ട് പലപ്പോഴും ഭൂമിയെ തന്നെ ചലിപ്പിക്കുന്നവരുമായ ദുഷ്ടരാജാക്കന്മാരെ നിശേഷം വധിക്കണമെന്നുള്ള വിചാരത്താൽ
ഭഗവാൻ കുരുവംശത്തിൽ ജനിച്ച ദുര്യോധനാദികൾ ചെയ്ത ദോഷങ്ങളെ തൽക്ഷണം തീർത്ത് ഭക്തന്മാരായ പാണ്ഡവന്മാരെ രക്ഷിപ്പാൻ. ഭക്തന്മാരെ രക്ഷിക്കുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ പാണ്ഡവരെ പോലെ ബുദ്ധിമുട്ടുമ്പോഴാണ് കൃഷ്ണ കൃഷ്ണ എന്നുള്ള വിളി ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? സിൽവർ സ്പൂണിൻ്റെ മുഖത്ത് വെച്ചിട്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ദുര്യോധനാദികളുടെ കുറ്റങ്ങളിൽ ഉപേക്ഷ കാണിച്ചു. നിശ്ചയം മെല്ലെ മെല്ലെ എല്ലാ ദുർജനങ്ങളെയും വധിപ്പാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനൻ മുതലായവരെ തൽക്ഷണം ഭഗവാൻ വധിക്കാത്തതെന്ന് സാരം. 18 അക്ഷൗഹിണീനെ ഒന്നായിട്ട് 18 ദിവസം കൊണ്ട് വധിക്കുക ചെയ്യണത്. അതേപോലെ തന്നെയാണ് ചിലവർക്ക് സൈഡാണെന്നൊക്കെ കിംവദന്തി ഉണ്ടാവും ഭരണപക്ഷത്ത്. പക്ഷേ അതൊന്നും സാരമില്ല, ഒന്നായിട്ട് തീർക്കാൻ വിചാരിച്ചിട്ടാണ് എല്ലാവരും. മനസ്സിലായില്ലേ? മനസ്സിലായവർ പറയാം എന്നോട് കേട്ടോ. ഇനി 44-ാമത്തെ ശ്ലോകം. അജസ്യ ജന്മോത്പതനാശനായ കർമാണ്യ കർത്തുർഗ്രഹണായ പുംസാം നന്യന്യഥാ കോ അർഹതി ദേഹയോഗം പരോ ഗുണാനാം ഉദകർമ്മതന്ത്രം ഉത്പാദനാശായ. അതെ, അതിലൊന്ന് മാത്രമേ എനിക്ക് ഒരു വശമുള്ളൂ. മനസ്സിലായി വരണു. ഒന്ന് അന്യഥ, പുംസാം ഗ്രഹണായ ബോധത്തെ അന്യഥ, അങ്ങനെയല്ലെങ്കിൽ ഗുണാനാം പര ദേഹവും ശരീരത്തിലും ഉദ കർമ്മതന്ത്രം അർഹതി ജനം പും അകർത്തു അന്യഥ കർമാണി പുംസാം ഗ്രഹണായ അന്യഥ ഗുണാനാം പര ഗുണങ്ങളിൽ നിന്ന് അർഹതി എന്ന് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏതൊരു ശരീരത്തോട് ഉദകർമ്മതന്ത്രം പുംസാം അന്യഥ. ഒരു മിനിറ്റ്. അജസ്യ ജന്മാതിരഹിതന് ജനനം ഉത്പതനാശനായ വഴിതെറ്റി നടക്കുന്നവരെ നശിപ്പിക്കുവാനായി കൊണ്ടും കർത്താവല്ലാത്തവന് കർമ്മങ്ങൾ ജനങ്ങളുടെ ബോധത്തിനായിട്ടുമാകുന്നു. അങ്ങനെയല്ലെങ്കിൽ ഗുണങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന ഏതൊരുവൻ ദേഹയോഗം, അതായത് ശരീരത്തോടുള്ള ചേർച്ചയെയും എപ്പോഴും പുംസാം നന്വന്യത അന്യത എന്നാണ്. അന്യത നന്യന്യത എന്ന് പറയരുത്. അവിടെയാണ് ഞാൻ ശരിക്കും വച്ചുതരാം. അജസ്യ ജന്മോത്പതനാശനായ അകർമാണ്യകർത്തൂർഗ്രഹണായ പുംസാം അന്യഥാ അർഹതി ദേഹയോഗം. അവിടൊക്കെ കൂട്ടക്ഷരാണ്, അത് പരിഭ്രമം ഉണ്ടാക്കും. അതുകൊണ്ടാണ് അന്യഥാ അർഹതി ദേഹയോഗം പരോ ഗുണാനാം ഉദകർമ്മതന്ത്രം. ഗുണാനാം ഉദ കർമ്മതന്ത്രം. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടി എൻ്റെ വാക്കാർത്ഥം പറയാം. 1 മിനിറ്റ് ജാസ്തി ആയാലും കുഴപ്പമില്ല. ജന്മാതിരഹന് ജനനം വഴി തെറ്റി നടക്കുന്നവരെ നശിപ്പിക്കുവാനായി കൊണ്ടും കർത്താവല്ലാത്തവന് അകർത്തു കർമാണ്യ അകർത്തു ഗ്രഹണായ പുംസാം അന്യഥാ നന്ന വരും അവിടെ കേട്ടോ.
ന അന്യഥാ ക അർഹതി, എവിടെ അർഹത എന്നാണ് ചോദിച്ചത്. ദേഹയോഗം പരോ ഗുണാനാം ഉദകർമ്മതന്ത്രം. മൈ ഗുഡ്നസ്. ജന്മാതി വികാരങ്ങളില്ലാത്തവനാണെങ്കിലും മര്യാദ തെറ്റി നടക്കുന്നവരെ നശിപ്പിക്കുവാൻ വേണ്ടി, ജന്മങ്ങളെയും അകർത്താവാണെങ്കിലും മനുഷ്യരെ സൽക്കർമ്മങ്ങളിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി കർമ്മങ്ങളെയും ഭഗവാൻ അംഗീകരിക്കുന്നു. അതാണ് ഈ അവതാരത്തിൻ്റെ മൂലകാരണം. അങ്ങനെയല്ലെങ്കിൽ മറ്റേതൊരുവൻ ഗുണങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവനായിട്ടും ഇമ്മാതിരി ശരീരബന്ധത്തെയും കർമ്മങ്ങളെയും സ്വീകരിക്കും. ഇത് ദുഃഖമായിരിക്കെ സ്വീകരിക്കയില്ലെന്ന് സാരം. ന അന്യഥ, പറഞ്ഞില്ലേ, ന അന്യഥ, അതാണ് ആ ന, ചെയ്യില്ല, നെഗറ്റിവിറ്റി. ഭഗവാനാകട്ടെ സ്വന്തം ഇച്ഛ കൊണ്ട് ലോകാനുഗ്രഹത്തിന് വേണ്ടി ജന്മകർമ്മങ്ങളെ സ്വീകരിച്ചതാകുന്നു. മായാതീതന് അത് ദുഃഖമല്ല. നമ്മൾ മായയിൽ കുടുങ്ങുകാരനാണ് അവൾ നമ്മളോട് അങ്ങനെ പെരുമാറി. ഭർത്താവ് പറയും ഭാര്യയെ പറ്റിയിട്ട്, ഭാര്യ പറയും അദ്ദേഹം എന്നോട് അങ്ങനെ പറയാൻ പാടും. ഈ രണ്ടും മായയ്ക്ക് അതീതനായി ചിന്തിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പരമശൈലേ 45 അവസാനത്തെ ശ്ലോകമാണ് 1-ാം അധ്യായത്തിലെ 3യ സ്കന്ധത്തിലെ. തസ്യ പ്രപന്നാഖില ലോകപാനാം അവസ്ഥിതാനാം അനുശാസനേ സ്വേ അർത്ഥായ ജാതസ്യ യദുഷ്വജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. യദുഷു ജാതസ്യ, യദുഷു അജസ്യ, യദുഷ്വജസ്യ എന്ന് കൂട്ടക്ഷര, അപ്പോൾ അത് യദുഷു അജസ്യ എന്ന് വായിച്ചാൽ ശരിയായി. തസ്യ പ്രപന്നാഖില ലോകപാനാം അവസ്ഥിതാനാം അനുശാസനേ സ്വേ അർത്ഥായ ജാതസ്യ യദുഷു അജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. അപ്പോൾ ശരണാഗതന്മാരായ സകല ദിക്പാലകന്മാരുടെയും തൻ്റെ ആജ്ഞയിൽ നിലനിൽക്കുന്നവരുടെയും, ഭഗവാന്റെ ആജ്ഞയിൽ നിലനിൽക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കും. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാവുക? അല്ല, സപ്താഹത്തിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഇതൊക്കെ സ്വയം അധ്യയനം ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സപ്താഹത്തിൽ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഒരു പാരായണക്കാരനായിട്ട് പോയിട്ടില്ല. ഞാൻ ആദ്യം തന്നെ ആചാര്യനാണ്. കാരണം എന്താ, ഞാൻ കിളിപ്പാട്ട് ഭാഗവതും മുഴുങ്ങോട്ട് കൃഷ്ണപിള്ളയുടെ ഭാഗവതും പിന്നെ സുബ്രഹ്മണ്യൻ തിരുമുവിൻ്റെ ഭാഗവതും മലയാളത്തിലുള്ളത് അനേകം പ്രാവശ്യം ആവർത്തിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോവില്ല. പക്ഷേ മൂലം വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരു തപ്പിലുണ്ടാവും. കാരണം ഞാൻ ആദ്യം തന്നെ 2001 എൻ്റെ ഗുരുനാഥൻ എന്നെ പിടിച്ചിരുത്തുകയാണ്. യു ആർ ദി ആചാര്യൻ പറഞ്ഞിട്ട്. പ്രഭാഷണമാണല്ലോ ആചാര്യം ചെയ്യുന്നത്, ആചാര്യം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ഞാൻ ഇവിടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടേ പറഞ്ഞു അദ്ദേഹം. അതാണ് അതിൻ്റെ സൂത്രം. അപ്പോൾ ഞാൻ ആ വാക്കുകളെ എത്രത്തോളം നിങ്ങൾക്ക് സരസമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും, അതാണ് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ കൂടുതൽ രസാനുഭൂതി അനുഭവിക്കുന്നത് വീട്ടിൽ ക്ലാസ്സിന് വരുന്നവരെയാണ്, അല്ലെങ്കിൽ ഇനി വരുന്ന ആൾക്കാരുടെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, നിലനിൽക്കുന്നവരുടെയും പ്രയോജനത്തിനായി കൊണ്ട് അർത്ഥായ പ്രപന്നാഖില ലോകപാനാം അവസ്ഥിതാനാം അനുശാസനേഷേ അർത്ഥായ പ്രയോജനത്തിനായി കൊണ്ട് യദുഷു ജാതസ്യ, യദുഷു അജസ്യ, അജസ്യ എന്ന് പറഞ്ഞാൽ യദുക്കളിൽ ജനിച്ചവനും തീർത്ഥകീർത്തെ പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനുമായ അജൻ്റെ ബ്രഹ്മാവിൻ്റെ വൃത്താന്തത്തെ സഖേ കീർത്തയ, അല്ലയോ സുഹൃത്തെ അങ്ങ് കീർത്തിച്ചാലും, സഖേ കീർത്തയ കീർത്തെ, അതെ
വാർത്താനാം സഖേ കീർത്തയാ. ആയിക്കോട്ടെ, ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് നമുക്ക് നടത്താം. ഹേ സഖേ, ജന്മമില്ലാത്തവനെങ്കിലും ശരണാഗതന്മാരായ ലോകപാലന്മാരെയും തൻ്റെ ആജ്ഞാരൂപമായ വേദവിധികളെ അനുസരിക്കുന്ന മറ്റുള്ളവരെയും. അപ്പം ഞാനും നിങ്ങളും വേദത്തിൽ വിധിച്ചിട്ടുള്ള ഈ ഭാഗവതത്തിൽ പറയപ്പെട്ട സാരാംശത്തെ ഉൾക്കൊള്ളാണ്ട് ഇത് വായിച്ചിട്ട് യാതൊരു കാര്യമില്ല, വഴിപാട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും 9495005059 ഈസ് മൈ നമ്പർ. യു ക്യാൻ കാൾ മീ. ഞാൻ അത് എന്നെ കൊണ്ടാവുന്ന പോലെ അർത്ഥം മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? അപ്പോൾ സന്മാർഗത്തിൽ മറ്റുള്ളവരെയും സംരക്ഷിച്ച് സന്മാർഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതായ പ്രയോജനത്തിന് വേണ്ടി യദുവംശത്തിൽ അവതരിച്ചവനും പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയെ വിസ്തരിച്ചു പറഞ്ഞാലും, അതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ കാര്യം വിസ്തരിച്ച് പറയാം. അവിടെ നിർത്താം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ ബന്ധസർഗ നിരൂപണ പ്രകരണേ വിദുരസ്യ ബന്ധുത്യാഗ നിരൂപണം നാമ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്താസീനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.